ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മളുടെ തെങ്ങിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളെ പറ്റിയാണ്. അതായത് ഇപ്പം മെയ് മാസം അവസാനത്തോടു കൂടി നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. തെങ്ങിന് തടം വെട്ടുക, അതിനുശേഷം കുമ്മായമിടും, എന്നിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ വളമിട്ട് തുടങ്ങും. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം തന്നെ വളം കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെങ്ങിൽ നിന്ന് കായ്ഫലം കിട്ടും. നമ്മളുടെ ഇവിടെ കണ്ടോ, ഇത് റബ്ബറും തോട്ടത്തിലാണ് നമ്മളുടെ തെങ്ങുകളൊക്കെ ഉള്ളത്. ഒരു 10-25 വർഷത്തിന് മുകളിലായിട്ടുള്ള തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. വർഷത്തിൽ തെങ്ങിന് 2 തവണയാണ് വളം കൊടുക്കേണ്ടത്. ഒന്ന് മെയ് മാസം അവസാനമാകുമ്പോഴത്തേനും അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി ജൂണിലേക്ക് നമ്മൾ മഴയൊക്കെ ആകുമ്പോഴത്തേനും വളം കൊടുക്കും. രണ്ടാമത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് രണ്ടാമത്തെ വളപ്രയോഗം കൊടുക്കുന്നത്. രണ്ടും ഒരേ വളം രീതി തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ രാസവളവും ജൈവവളവും നമ്മൾ തെങ്ങ് കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. രാസവളം കൊടുക്കുമ്പോൾ പ്രധാനമായും അതൊരു ടോണിക് എന്ന രീതിയിലാണ് മരങ്ങൾക്ക് കിട്ടുക. എന്നാൽ ജൈവവളം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആഹാരം എന്ന രീതിയിലാണ് കിട്ടുക. നമ്മൾ ഈ ജൈവവളം ആയാലും രാസവളം ആയാലും കൊടുക്കുന്നതിന് തെങ്ങിൻ്റെ തടം വെട്ടിയെടുക്കാറുണ്ട്. തടം വെട്ടിയെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മരങ്ങൾക്ക് വലിച്ചെടുക്കാൻ അവിടെ തന്നെ കിടക്കുന്ന ഒരു പാത്രം പോലെ ആണ് അത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ തെങ്ങിൻ്റെ ചുവട് എപ്പോഴും വൃത്തിയായിരിക്കണം. കീടശല്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കണമെങ്കിൽ തെങ്ങിൻ ചുവട് എപ്പോഴും നീറ്റായിരിക്കണം. അപ്പോൾ തന്നെ പകുതി കീടങ്ങളുടെ ശല്യം ഒഴിവായി കിട്ടും. നമ്മളുടെ തെങ്ങിൻ്റെ മുകളിലത്തെ വിസ്തീർണം എത്രയാണോ, തെങ്ങോല ഇങ്ങനെ വിസ്താരമായിട്ട് നിൽക്കുന്ന എത്രയാണോ അത്രയും വലുപ്പത്തിലാണ് നമ്മൾ തടവെടുക്കേണ്ടത്. പിന്നെ നമ്മൾ വളമിട്ട് കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കണം, തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുചെന്നല്ല വളമിടേണ്ടത്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും 1.5-2 മീറ്റർ മാറി വേണം വളമിടാൻ. അവിടെയാണ് ഏറ്റവും പ്രവർത്തനക്ഷമതയുള്ള വേരുകളുള്ളത്. അവിടെ നമ്മൾ വളം ഇട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം തെങ്ങിന് വലിച്ചെടുത്ത് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന രീതി പറയാം. തെങ്ങിൻ്റെ ചുവടെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് തടമൊരുക്കും. അതിനുശേഷം 1.5 കിലോ തൊട്ട് 2 കിലോ വരെ ഡോളോമേറ്റോ പച്ചക്കക്ക പൊടിയോ കുമ്മായമോ നമുക്ക് വിതറി കൊടുക്കാം. ചുമ്മാ അങ്ങ് വിതറി കൊടുക്കേണ്ട, ചെറുതായിട്ട് മണ്ണും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചിലയോ കരിയിലയോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കേരളത്തിൻ്റെ മണ്ണിനെല്ലാം പുളിപ്പരസമുണ്ട്. പുളിപ്പരസമുള്ള മണ്ണിൽ നമ്മൾ എന്ത് വളം കൊടുത്താലും അത് മരങ്ങൾക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും വലിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ഡോളോമേറ്റോ കുമ്മായമോ പച്ചക്കക്ക പൊടിയോ ഇട്ട മണ്ണിൻ്റെ പുളിപ്പ് മാറ്റി pH കൺട്രോളാക്കി നിർത്തണം. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് വളപ്രയോഗം തുടങ്ങാം. അപ്പോഴത്തേന് ജൂൺ മാസമാകും. അപ്പോഴത്തേന് നമ്മൾ രാസവളമാണ് കൊടുക്കുന്നത്. വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ കുമ്മായം ഇട്ടിട്ട് പൊത കൊടുത്തിരുന്ന പച്ചില വളങ്ങളോ കരിയിലകളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് മൊത്തം മാറ്റി അതിന് ശേഷമാണ് രാസവളം അവിടെ കൊടുക്കുന്നത്. 10-5-20 NPK നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള 10-5-20 എന്ന വളമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് 10% നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യവും, അതുപോലെ ഫോസ്ഫറസ് വേര് വളർച്ചയ്ക്ക് അത്യാവശ്യവും, പൊട്ടാസ്യം കായ്ഫലം നല്ല രീതിയിൽ കിട്ടുന്നതിനും, അതുപോലെ തന്നെ ഒരു പരിധി വരെ മച്ചിങ്ങയൊക്കെ കുഴിയിൽ നിന്നും സഹായിക്കുന്നതിനും പൊട്ടാസ്യത്തിൻ്റെ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് NPK വളമായ 10-5-20 നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മുടെ സാധാരണ തെങ്ങുകൾക്ക് മഞ്ഞളിപ്പ് രോഗം വരാറുണ്ട്. മഞ്ഞളിപ്പ് രോഗം മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വെള്ളയ്ക്ക കൊഴിയുന്നതും തേങ്ങ വിണ്ട് കീറുന്നതുമൊക്കെ ബോറോണിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ബോറോക്സ് എന്ന വളവും മഗ്നീഷ്യം എന്ന വളവും നമ്മൾ ഈ പറഞ്ഞ NPK വളത്തിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഏകദേശം ഒരു 1.5 കിലോയോളം ഒരു തെങ്ങിനെന്ന കണക്കിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 10-5-20 എന്ന ഈ NPK വളത്തിൻ്റെ കൂടെ ഇപ്പോൾ 1 കിലോയാണ് നമ്മൾ ഇതെടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 50 ഗ്രാം ബോറോണും 500 ഗ്രാം മഗ്നീഷ്യവും നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി ഇളക്കിയാണ് ഒരു തെങ്ങിന് കൊടുക്കുന്നത്. അതായത് ഏകദേശം 1.5 കിലോയോളം വരുന്നുണ്ട്. ഈ വളം ഇട്ടതിന് ശേഷം ചെറിയ രീതിയിൽ മേൽമണ്ണ് ഇതിൻ്റെ മുകളിലെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കും. അത് ഇങ്ങനെ തന്നെ തടം ഇങ്ങനെ പ്രത്യേകിച്ച് പച്ചില വളങ്ങളോ ഒന്നും ഇടാതെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കും. അടുത്തതായി 1 മാസത്തിന് ശേഷമാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നത്. ഒരു വർഷത്തിലേക്ക് 40 കിലോ തൊട്ട് 50 കിലോ വരെ ഒരു തെങ്ങിന് നമുക്ക് ജൈവവളം കൊടുക്കാം. അത് എന്ത് തരം ജൈവവളമാണെങ്കിലും. ഇപ്പം ചാണകപ്പൊടിയായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ചാണകമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ടുണ്ടാകും. പച്ച ചാണകം കൊണ്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്. ചാണകപ്പൊടിയായിട്ട് തന്നെ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലിയുടെ ശല്യമൊക്കെ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. കാലിവളങ്ങൾ ഏത് തന്നെയാണെങ്കിലും പച്ചില വളങ്ങളാണെങ്കിലും കമ്പോസ്റ്റുകളാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ജൈവവളം ഇട്ടതിന് ശേഷം പച്ചിലകൾ നമ്മൾ വെട്ടിക്കൂട്ടിയിട്ട് കൊടുക്കാറുണ്ട്. ശീമക്കൊന്ന ഇലയോ വട്ടയുടെ ഇലയോ അങ്ങനെ തോല് നമ്മൾ വെട്ടിക്കൂട്ടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. ഇതൊന്ന്
കഴുകുന്ന സമയമാകുമ്പോഴത്തേന് കുറച്ച് മണ്ണും കൂടെ വാരി ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ തൂക്കി കൊടുക്കും. ഇത്രയും പറഞ്ഞത് 3 വർഷമായ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു തെങ്ങിനും പിന്നെ 3, 5 അങ്ങനെ മുകളിലോട്ടുള്ള തെങ്ങിന് കൊടുക്കാൻ പറ്റുന്ന വളമാണ്. എന്നാൽ 2 വർഷം പ്രായമായ ഒരു തെങ്ങിന് ഇതിൻ്റെ പകുതി വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേസമയം 1 വർഷം പ്രായമായ തെങ്ങിന് ഇതിൻ്റെ എല്ലാം 3/1 എന്ന കണക്കിലാണ് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത്. നമ്മൾ NPK വളമായിട്ട് കൊടുക്കുന്ന രീതി പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഒറ്റയടിക്ക് കിട്ടുന്നതാണ് 10, 5, 20 എന്ന് പറയുന്ന NPK. അതേസമയം നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെങ്കിൽ 1 കിലോ യൂറിയയും 500 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും 1.5 കിലോ തൊട്ട് 2 കിലോ വരെ പൊട്ടാഷും ഇത്രയും വാങ്ങിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം ബോറോണും 500 ഗ്രാം മഗ്നീഷ്യവും കൂടെ വാങ്ങിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തെങ്ങിനെന്ന കണക്കിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും വളപ്രയോഗം ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയാണ് വളപ്രയോഗം ചെയ്യുന്നത്, ഇതിനെക്കാട്ടും മെച്ചമായിട്ടുള്ള രീതി ഉണ്ടെങ്കിലും പുതിയ അറിവുകളുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കും മറ്റുള്ള കർഷക സുഹൃത്തുക്കൾക്കും അതൊരു ഉപകാരമായിരിക്കും. ഇനി രണ്ടാമത്തെ വളം നമ്മൾ കൊടുക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അപ്പോഴും നമ്മൾ ഇതേ വളം രീതി തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തെങ്ങ് കൃഷി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.